വ്യാപകമായി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സ്കൂൾ ക്ലീനിംഗ് ഡേയുടെ പിറവം മേഖലാതല ഉദ്ഘാടനം പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഡിവൈഎഫ്ഐ കൂത്താട്ടുകുളം ബ്ലോക്ക് സെക്രട്ടറി അരുൺ അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവൈഎഫ്ഐ നേതാക്കളും സ്കൂൾ അധികൃതരും PTA ഭാരവാഹികളും പങ്കെടുത്തു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്കൂൾ ക്ലീനിംഗ് ഡേയുടെ പിറവം മേഖലതല ഉദ്ഘാടനം പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിവൈഎഫ്ഐ കൂത്താട്ടുകുളം ബ്ലോക്ക് സെക്രട്ടറി അരുൺ അശോകൻ നിർവഹിച്ചു. നമ്മൾ വിപുലമായ രീതിയിൽ തന്നെ ബ്ലോക്ക് കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റി പ്രകാരം നമ്മൾ UP സ്കൂളുകളും ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളെല്ലാം ഏറ്റെടുക്കുന്ന പ്രവർത്തനം വൃത്തിയാക്കുന്ന പ്രവർത്തനം നമ്മൾ ഏറ്റവും മാതൃകാപരമായിട്ട് എടുക്കുന്നുണ്ട്. നമുക്കറിയാം, പല രീതിയിലുള്ള രോഗങ്ങളടക്കം വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികൾ 2 മാസത്തോളം സ്കൂളുകൾ അടച്ചുകിടന്നതിന് ശേഷം സ്കൂളുകളിലേക്ക് എത്തുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസത്തിന് വലിയൊരുക്കുന്ന രീതിയിലേക്ക് എല്ലാ രംഗത്തും ഇടപെടുന്നുണ്ട്. പഠനോത്സവങ്ങളടക്കം യൂണിറ്റ് കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പിറവം മേഖലാ കമ്മിറ്റിക്ക് വിവിധങ്ങളായ യൂണിറ്റ് കമ്മിറ്റികളിൽ പഠനോത്സവങ്ങളടക്കം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂളുകളിൽ ചെയ്യുക, അതുപോലെ തന്നെ ക്യാമ്പയിനുകളടക്കം ഏറ്റവും മാതൃകമായ സംഘടിപ്പിച്ചു പോകുന്ന സ്ഥിതിയുണ്ട്. ബ്ലോക്ക് കമ്മിറ്റികളിൽ പല മേഖലാ കമ്മിറ്റികളിൽ ഇന്നേ ദിവസം തന്നെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു പോകുന്നുണ്ട്. ഡിവൈഎഫ്ഐ പിറവം മേഖലാ സെക്രട്ടറി അമൽ RK, SFI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലിൻമോ വർഗീസ്, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ വൈശാഖൻ MV, വൈശാഖ് സുകുമാരൻ, ജായ്സ് ജോയ്, അജ്മൽ അമ്പാടൻ, എൽദോസ് ബെന്നി, സോനു ചാക്കോ, ദീപു MT, ആൽബിൻ K അനി, മനു T ബേബി, സ്കൂൾ പ്രിൻസിപ്പൽ ബിദു B, പ്രധാനാധ്യാപകൻ AM ഷഫീഖ്, PTA പ്രസിഡന്റ് CK സജി, വൈസ് പ്രസിഡന്റ് AR സെമി എന്നിവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ പിറവം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ പിറവത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മൾ ക്ലീനിങ് ആചരിച്ചു. നമുക്ക് ജൂൺ 2 സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ സ്കൂളുകളിലും ഡിവൈഎഫ്ഐ ഇതുപോലെ ഇടപെട്ട് ഇത്തരത്തിൽ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാവിലെ ഇത് ഉദ്ഘാടനം ഡിവൈഎഫ്ഐയുടെ കൂത്താട്ടുകുളം ബ്ലോക്ക് സെക്രട്ടറി അരുൺ അശോകനാണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള വൈശാഖൻ MV, അജ്മൽ, എൽദോസ്, അതുപോലെ SFI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലിൻമോ വർഗീസ്, മേഖലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സോനു സഖാവ്, വിഷ്ണു സഖാവ്, അങ്ങനെ ജായ്സ് സഖാവ്, അങ്ങനെ നിരവധി ആളുകൾ പങ്കെടുത്ത് ഏകദേശം നമ്മുടെ പരിപാടികൾ തീർന്നു. നമ്മുടെ പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് ശുചീകരിക്കുക, ഇത്രയും വലിയ ഗ്രൗണ്ടും ഇത്രയും ക്ലാസ് റൂമുകളും ശുചീകരിക്കുക എന്നുള്ളത് വലിയ സങ്കീർണമായ ഒരു ജോലിയാണ്. അത് ഡിവൈഎഫ്ഐയുടെ പിറവം മേഖലാ കമ്മിറ്റിയുടെ സന്നദ്ധ സേവകർ, യുവജനങ്ങൾ വന്ന് ഇവിടെയുള്ള എല്ലാ ക്ലാസ് റൂമുകളും തൂത്ത് വൃത്തിയാക്കുകയും അതിലെ അഴുക്കുകളെല്ലാം പൊടിയും മാറാലയും എല്ലാം തട്ടി കളയുകയും വൃത്തിയാക്കുകയും ചെയ്തു. അത് ഈ സ്കൂളിന് വളരെയധികം പ്രയോജനകരമാണ്. ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതുമാണ്. പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്രയും മഹത്തായ ഒരു ശുചീകരണ യജ്ഞം നടത്തിയ ഡിവൈഎഫ്ഐ പിറവം മേഖലാ കമ്മിറ്റിക്ക് ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.